ഹായ് ഡിയർ വൺസ്, എല്ലാവർക്കും ടൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി, ടൂസ് അക്കാഡമിയുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റിയാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് ഇംഗ്ലീഷിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ്. നമ്മളുടെ മുമ്പിലുള്ളത് ഏകദേശം 6 യൂണിറ്റുകളാണ് നമ്മൾക്കുള്ളത്. ഓരോ യൂണിറ്റുകളിലും നമുക്ക് 20ഓളം മൊഡ്യൂൾസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ സെറ്റിന്റെ സിലബസ് നോക്കുവാണെങ്കിൽ നമുക്ക് 120 മൊഡ്യൂൾസ് ആണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. കൃത്യമായ ഒരു പ്ലാൻ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാസം കൊണ്ട് ഈ സിലബസ് വളരെ ഭംഗിയായിട്ട് കവർ ചെയ്യാൻ പറ്റും. മുന്നിലുള്ളത് 3 മാസമാണെങ്കിലും 2 മാസമാണെങ്കിലും 1 മാസമാണെങ്കിലും ഇഫ് യു ഹാവ് എ പ്രോപ്പർ പ്ലാനിങ് നിങ്ങൾക്ക് വളരെ സൂപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണ് സെറ്റ് ഇംഗ്ലീഷിന്റെ സിലബസ്. ഇനി വരാൻ പോകുന്ന HSST പരീക്ഷ നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു പരീക്ഷയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ തവണത്തെ സെറ്റ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നീടാകട്ടെ അല്ലെങ്കിൽ അടുത്ത സെറ്റ് ആകട്ടെ എന്നുള്ള നമ്മൾ എന്താ പറയുക, ഹാംലെറ്റിനോ മാതിരി നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രോക്യാസ്റ്റിൻ ചെയ്യുമ്പോൾ നമുക്ക് ലൈഫിൽ ചിലപ്പോൾ വലിയ നഷ്ടങ്ങൾ വന്നേക്കാം. നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള പടികൾ നമുക്ക് കയറാൻ സാധിക്കാതെ വന്നേക്കാം. സോ ഇഫ് യു ഹാവ് എ ഡ്രീം, ഇഫ് യു വിഷ് ടു അച്ചീവ് ദാറ്റ്, സ്റ്റാർട്ട് എ പ്രിപ്പറേഷൻ ആസ് സൂൺ ആസ് പോസിബിൾ. നിങ്ങളുടെ അടുത്ത് ഒരു പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യങ്ങൾ നമുക്ക് കൃത്യമായി അത് നേടിയെടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി വി നീഡ് എ പ്രോപ്പർ പ്ലാൻ. കൃത്യമായി നമ്മളുടെ സമയം അളന്ന് വീതം വെച്ച് പ്രോപ്പർ റെസ്റ്റ് എടുത്ത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ, പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്താൽ നമ്മൾക്ക് സാധ്യമല്ലാത്തത് ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ അസാധ്യമായിട്ട് ഒന്നും മാറുകയുമില്ല. സോ നിങ്ങൾ സെറ്റ് ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്ലാനിംഗ് ഒക്കെ ചെയ്ത് പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇനിയുള്ള സെക്ഷൻസ് മുന്നോട്ടേക്ക് കാണുക. ആദ്യമേ നിങ്ങൾ സെറ്റ് ഇംഗ്ലീഷിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു കളക്ട് പ്രോപ്പർ മെറ്റീരിയൽസ് ഫോർ ദാറ്റ്. ഫസ്റ്റ് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് ആണ്. LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ആ ഒരു സിലബസ് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഒരു പ്രിന്റഡ് കോപ്പി കയ്യിൽ വെക്കുക. അതിന്റെ സോഫ്റ്റ് കോപ്പീസ് ഉണ്ടെങ്കിലും ഇറ്റ്സ് ബെറ്റർ ടു ഗെറ്റ് എ ഹാർഡ് കോപ്പി. പിന്നെ നമ്മൾക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള മറ്റു കുറേ മെറ്റീരിയൽസ് ഉണ്ട്. അതിന് നമുക്ക് ഒതന്റിക് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് മെറ്റീരിയൽസിൽ ഒന്നാണ് MH എബ്രഹാത്തിന്റെ ഗ്ലോസറി ഓഫ് ലിറ്റററി ടേംസ്, അതേപോലെ എഡ്വേർഡ് ആൽബർട്ടിന്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇതുപോലെ കുറച്ച് ഒതന്റിക് ആയിട്ടുള്ള ടെക്സ്റ്റ് കളക്ട് ചെയ്ത് വെക്കുക. ദെൻ 2016 സിലബസ് നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. നിയർലി ഇറ്റ്സ് ഗോയിങ് ടു ബി 10 years. 2026 ആകുമ്പോഴത്തേക്കും 10 വർഷമായി. അപ്പോൾ ഇപ്പൊ വരെ നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് റിവൈസ്ഡ് ആൻസർ കീ നമ്മൾ വെബ്സൈറ്റിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ്ലി വന്നിട്ടുള്ള ഒരു ടെൻറ്റേറ്റീവ് ആൻസർ കീ ആ കിട്ടുക. പക്ഷെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ മുകളിൽ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്പർ ഇല്ലേ, ആ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിവൈസ്ഡ് ആൻസർ കീയും ഗൂഗിളിൽ അവൈലബിൾ ആണ്. സോ ഗെറ്റ് ദാറ്റ് ഓൾസോ. അങ്ങനെ ആവശ്യമായ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്തു. ദെൻ പ്രിപ്പയർ എ ചെക്ക് ലിസ്റ്റ്. എന്തിനാ ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഈ 120 മൊഡ്യൂൾസിനെ നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്യണം. അതായത് നിങ്ങൾക്ക് അറിയുന്നവ, നിങ്ങൾക്ക് അറിയാത്തവ, അതിൽ തന്നെ നിങ്ങൾക്ക് അറിയാത്തവയിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ്, കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയാസ്, എങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. എന്നിട്ട് ആ ചെക്ക് ലിസ്റ്റിന് അനുയോജ്യമായിട്ട് വേണം പിന്നെ നിങ്ങൾ നോട്ട്സ് അന്വേഷിച്ച് പോകാനായിട്ട്. ദെൻ ആ നോട്ട്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞ് അത്യാവശ്യം ഒരു ചെക്ക് ലിസ്റ്റ് ഒക്കെ ആയി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാത്ത, അതിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രിപ്പയർ എ ടൈം ടേബിൾ. ആ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ സഹായം തേടാണ്ട് യു ഹാവ് ടു പ്രിപ്പയർ യുവർ ഓൺ ടൈം ടേബിൾ അക്കോർഡിംഗ് ടു യുവർ ഡെയിലി റൊട്ടീൻസ്. നിങ്ങൾ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ ഡെയിലി റൊട്ടീൻസ് അനുസരിച്ച് പ്രിപ്പയർ എ പ്രോപ്പർ ടൈം ടേബിൾ ഫോർ ദാറ്റ്. എന്തിനാ നിങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീൻ ഫോളോ ചെയ്യാൻ പറയുന്നത്? അതായത് ആ ഡെയിലി റുട്ടീൻസിനകത്ത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങളുടെ വർക്കിംഗ് ടൈമും നിങ്ങളുടെ റെസ്റ്റ് ടൈമും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. റെസ്റ്റ് എടുക്കാണ്ട് നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ മറ്റു കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടും കാര്യമില്ല. എന്നാൽ നമ്മൾ പഠിക്കുകയും ചെയ്യണം. സോ പ്ലാൻ യുവർ ടൈം ടേബിൾ പ്രോപ്പർലി
അക്കോർഡിംഗ് ടു യുവർ റുട്ടീൻസ്. അതിനൊരു റിഗ്രറ്റ് നിങ്ങൾ ഇടവരുത്തരുത്. അയ്യോ കുറച്ച് സമയം കൂടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് പരീക്ഷ നേടിയെടുക്കാൻ പറ്റിയേനെ, അങ്ങനെ ഒരു റിഗ്രറ്റിന് നിങ്ങൾ വഴി കൊടുക്കരുത്. സോ പ്രിപ്പയർ എ പ്രോപ്പർ ടൈം ടേബിൾ. ദെൻ യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ സിലബസ് ബേസ്ഡ് ഓൺ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. സിലബസ് ഫോക്കസ്ഡ് ആയിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവും 2016 മുതൽ 2025 വരെ ഒരു സിലബസ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരു 8-9 വർഷമൊക്കെ ആയപ്പോഴത്തേക്കും ആ സിലബസിന്റെ ഫുൾ ലെവൽ അവർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി അതിനോടൊപ്പം ചേർത്ത് വായിക്കുവാണെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്, ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഈ 4 കാര്യങ്ങൾ മറക്കണ്ട. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ പ്രസന്റ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. നിങ്ങൾ ഈ പ്ലാനിൽ തന്നെ പോകണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ ഇഫ് യു ആർ ഏബിൾ ടു ഫോളോ ദിസ്, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു. നമ്മളുടെ സിലബസിൽ ഈ 120 മൊഡ്യൂളുകളെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഞാൻ ഇവിടെ ദിവസം വെച്ച് പറയാത്തത് നിങ്ങൾ എന്നാണ് പ്രിപ്പയർ ചെയ്യാൻ ഇരിക്കുക എന്ന് എനിക്കറിയില്ല. 3 മാസം, 4 മാസം, 2 മാസം, 1 മാസം ഒക്കെ സമയം നിങ്ങളുടെ കൈക്കുമ്പിൾ വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഏത് ടൈം ഡ്യൂറേഷൻ നിങ്ങൾ എടുത്താലും നിങ്ങൾ ഇങ്ങനെ ഒരു കൃത്യമായൊരു ഷെഡ്യൂൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ്ലി നിങ്ങൾ നോക്കേണ്ടത് ചോസർ, ഈ ഒരു ടൈം ടേബിൾ ഇങ്ങനെ ഒരു ടേബിൾ പോലെ വരച്ചു വെക്കും. അതിനുശേഷം ചോസറിന്റെ ഏജും ഏർലി റിനൈസൻസ് ഇൻ ഇംഗ്ലണ്ടും. അപ്പൊ ചോസർ നോക്കുവാണെങ്കിൽ പ്രൊളോഗ് ടു ദ കണ്ടംപററി ടേൽസ്, ചോസറിന്റെ കണ്ടംപററീസ്. പിന്നെ നമ്മൾ റിനൈസൻസ് ഏജിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഏർലി റിനൈസൻസിൽ വരുന്ന ഉട്ടോപ്പിയ, പിന്നെ റിനൈസൻസിലെ ഫസ്റ്റ്ലി ബിഗിനിങ്ങിൽ വരുന്ന സോണറ്റ് കാറ്റഗറീസ്, സ്പാനിഷ് ട്രാജഡി, റിവെഞ്ച് ട്രാജഡി, പിന്നെ ട്രാജഡി ഓഫ് ഗോബുഡക്. അതിനുശേഷം നമ്മൾ കടന്നു പോകുന്ന യൂണിവേഴ്സിറ്റി വിറ്റ്സ്, പിന്നെ എലിസബത്തിയൻ പീരിയഡ് ഓഫ് തിയേറ്റർ, സോളിലോക്കി, യൂണിവേഴ്സിറ്റി വിറ്റ്സിലെ ഡോക്ടർ ഫോസ്റ്റസിന്റെ വർക്കുകൾ. പിന്നെ നമ്മൾ മെല്ലെ ഷേക്സ്പിയറൻ തിയേറ്ററിലേക്ക് അല്ലെങ്കിൽ എലിസബത്തിയൻ തിയേറ്ററിലേക്ക് എത്തുവാണ്. അതിൽ സോണറ്റുകൾ, ഷേക്സ്പിയറിന്റെ ട്രാജഡീസ്, കോമഡീസ്, ട്രാജി കോമഡീസ്, അതിൽ തന്നെ ഹാംലെറ്റ്, മാക്ബത്ത്, ട്വൽത്ത് നൈറ്റ്, ടെമ്പസ്റ്റ്, ഒതെല്ലോ, പിന്നെ സോണറ്റ് നമ്പർ 121, 124, 129, സോണറ്റ് നമ്പർ 30, 116, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ കടന്നു പോകുന്ന മെറ്റഫിസിക്കൽ പോയിട്രിയിലേക്കാണ്. മെറ്റഫിസിക്കൽ പോയിട്രിയിൽ കാനോണൈസേഷൻ, ടു ഹിസ് കോയിൻ മിസ്ട്രസ്, എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ്. പിന്നെ നമ്മൾ മെല്ലെ ജോൺ മിൽട്ടണിലേക്ക്, മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ്, ജോൺ ബനിയന്റെ പ്യൂരിറ്റൻ ഏജ്, ജോൺ ബനിയന്റെ നമ്മുടെ പിൽഗ്രിം പ്രോഗ്രസ്, പിന്നെ നമ്മുടെ ഹീറോയിക് ഡ്രാമയിലേക്ക് കിടക്കുക. പിന്നെ സാമുവൽ പെപ്സിന്റെ ഡയറീസിലേക്കും പീരിയോഡിക്കൽസിലേക്കും റൈസ് ഓഫ് ജേർണലിസം കവർ ചെയ്ത് മെല്ലെ യു ഹാവ് ടു മൂവ് ടു ഡ്രൈഡൻ, അലക്സാണ്ടർ പോപ്പിന്റെ ആണെങ്കിൽ റേപ്പ് ഓഫ് ലോക്ക്, അതുപോലെ ഡ്രൈഡന്റെ മാക്ഫ്ലെക്നോ, അതൊക്കെ കിടന്ന് യു ഹാവ് ടു മൂവ് ടു ജോൺ ലോക്ക്, ജൊനാഥൻ സ്വിഫ്റ്റിന്റെ ബാറ്റിൽ ഓഫ് ബുക്സ്. ദെൻ മെല്ലെ യു ഹാവ് ടു സ്റ്റെപ്പ് ഇൻ ടു ദ റൈസ് ഓഫ് നോവൽസ്. അവിടെ തന്നെ റോബിൻസൺ ക്രൂസോ, അങ്ങനത്തെ വർക്ക്സ് ഒക്കെ കഴിഞ്ഞ് ട്രാൻസിഷണൽ പോയിട്രിയിൽ എലിസിയും കഴിഞ്ഞാൽ യു ക്യാൻ ക്ലോസ് യുവർ യൂണിറ്റ് നമ്പർ 1. ഇത്രയുമാണ് നമ്മുടെ യൂണിറ്റ് നമ്പർ 1-ൽ വരുന്ന പ്രധാനപ്പെട്ട വർക്ക്സുകൾ എന്ന് പറയുന്നത്. ദെൻ സ്റ്റെപ്പ് 2, യൂണിറ്റ് നമ്പർ 2. യൂണിറ്റ് നമ്പർ 2-ൽ നമുക്ക് റൊമാൻറ്റിക് ഏജിൽ നമുക്ക് നോക്കാം. റൊമാൻറ്റിക് ഏജിൽ ഫസ്റ്റ് യു ഹാവ് ടു ഫോക്കസ് ഓൺ ദി ഏർലി റൊമാൻറ്റിക് റൈറ്റേഴ്സ്. അതിൽ തന്നെ പ്രെഫസ് ടു ലിറിക്കൽ ബാലഡ്സ്, വേർഡ്സ്വർത്ത്, Coleridge, Biographia Literaria, Tintin Abbey, On Intimation, then Byron, Shelley, Keats, then later romantic poets like പോവുക. അതിൽ തന്നെ റൊമാൻറ്റിക് ഏജിലെ ഫേമസ് ആയിട്ടുള്ള പോയിംസ്, എസ്പെഷ്യലി ഓ ടു ദ വെസ്റ്റ് വിൻഡ്, ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ, ഓ ടു എ നൈറ്റിംഗേൾ, ഓ ടു ഓട്ടം, ഓഡ് ഓൺ മെലങ്കലി, ഡിജക്ഷൻ. അതിൽ തന്നെ നിങ്ങൾ ചാൾസ് ലാമ്പിന്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഹിസ്റ്റോറിക്കൽ നോവൽസിലേക്കും ഗോതിക് നോവൽസിലേക്കും കടന്നു പോവുക. ദെൻ അവിടെ യു ഹാവ് ടു സ്റ്റോപ്പ് ടു ദ റൊമാൻറ്റിക് ഏജ്. ദെൻ യു ഹാവ് ടു സ്റ്റെപ്പ് ടു ദ വിക്ടോറിയൻ ഏജ്. വിക്ടോറിയൻ ഏജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിക്ടോറിയൻ പോയട്രി, അതിൽ തന്നെ പ്രീ റാഫലൈറ്റ് മൂവ്മെന്റ്, എസ്തറ്റിസം, ദെൻ വിക്ടോറിയൻ പ്രൂസ്, പിന്നെ വിക്ടോറിയൻ നോവൽസ്, ടെസ് ഓഫ് ഡവർബിൽസ്, അങ്ങനെ തോമസ് ആർഡിനൊക്കെ ടച്ച് ചെയ്ത് ചാൾസ് ഡിക്കൻസിനെയും ടച്ച് ചെയ്ത് നമുക്ക് അത്യാവശ്യം റൊമാൻറ്റിക് പോയട്രി നോവൽസ് ഒക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് യൂണിറ്റ് 2 നിങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. യൂണിറ്റ് 2 എന്ന് പറയുന്നത് റൊമാൻറ്റിക് ഏജിന്റെ വിക്ടോറിയൻ ഏജിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ദെൻ
നിങ്ങൾ പോകേണ്ടത് യൂണിറ്റ് നമ്പർ 3ലേക്കാണ്. യൂണിറ്റ് നമ്പർ 3ൽ ഈ പറയുന്ന വാർ പോയിട്രി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാകും, എപ്പോഴും വാർ പോയിട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ വാർ പോയിട്രി, പിന്നെ അതിൽ തന്നെ ഫിലിപ്പ് ലാക്കിൻ, WB എറ്റ്സ്, പിന്നെ ഈ മോഡേൺ ഏജ് പോയിട്രി നമ്മൾ നോക്കുവാണെങ്കിൽ എസ്ട്രാ പൗണ്ടും ടി.എസ്. എലിയറ്റിന്റെ വേസ്റ്റ്ലാൻഡും, പിന്നെ ഈ മോഡേൺ ഏജിലെ ഡ്രമാറ്റിക് വർക്ക്സ് ജോസഫ് കോൺറാഡ്, ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്, വെർജിന വോൾഫിന്റെ റൂംസ് ഓഫ് വൺസോൺ, മിസ്സസ് ഡാലവേ, D.H. ലോറൻസിന്റെ വർക്ക്സുകൾ, ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം, പിന്നെ നമ്മുടെ ഗോൾഡിങ്, പിന്നെ സാമുവൽ ബെക്കേറ്റ് എപ്പിക് തിയേറ്റർ, പിന്നെ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എൻ യങ് മാൻ, മർഡർ ഇൻ ദ കത്തീഡ്രൽ, പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്, പിന്നെ സിൽവിയ പ്ലാത്തിന്റെ പോയമായിട്ടുള്ള ഡാഡി, അങ്ങനത്തെ ഈ പറയുന്ന മോഡേൺ ഏജ് വർക്ക്സ് നിങ്ങൾ നോക്കുക. ഞാൻ ഈ വർക്കുകൾ എടുത്തെടുത്ത് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഈ വർക്കിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 4 എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്സിലും അതേപോലെ കനേഡിയൻ ലിറ്ററേച്ചറിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അമേരിക്കൻ ലിറ്ററേച്ചറിനും കനേഡിയൻ ലിറ്ററേച്ചറിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മാത്രമല്ല, യു ഹാവ് ടു ഫോക്കസ് ഓൺ ദി അമേരിക്കൻ ലിറ്ററേച്ചർ, അമേരിക്കൻ റൊമാൻറ്റിസിസം, എമേഴ്സൺ, റോബർട്ട് ഫ്രൂസ്റ്റർ, മാർക്ക് ട്വെയിൻ, പിന്നെ ഹാർലം റിനൈസൻസ്, യുജീൻ ഒനീൽ, അതിൽ തന്നെ റെയ്വൻ എന്ന് പറഞ്ഞ പോയം നോക്കുക, ആഫ്റ്റർ ദി ക്രാഡിൽ, എൻഡ്ലെസ്ലി റോക്കിംഗ്, പിന്നെ എമിലി ഡിക്കൻസിന്റെ പോയിംസ് ആയിട്ടുള്ള ഐ ഫെൽറ്റ് എ ഫ്യൂണറൽ ഇൻ മൈ ബ്രെയിൻ, പിന്നെ എംപറർ ജോൺസ്, ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, ഓൾഡ് മാൻ ആൻഡ് ദി സീ, സ്കാർലറ്റ് ലെറ്റർ, മോബി ഡിക്ക്, പിന്നെ നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് വരിക സരോജിനി നായിഡു, പിന്നെ നമ്മുടെ എൻസി മിസ്സിക്കൽ, ഗിരീഷ് കർണാട്, കമലാദാസ്, പിന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽസിൽ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ഹാർവെസ്റ്റ്, സർപ്പന്റ് ആൻഡ് ദി റൂപ്പ്, മിഡ് നൈറ്റ് ചിൽഡ്രൻ, പിന്നെ നമ്മുടെ കമലാദാസിന്റെ പോയിംസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫ്രീക്സ്, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, നസീം മിസിക്കലിന്റെ പോയിംസിനും A.K. രാമാനുജന്റെ പോയിംസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അത്രയും നോക്കിയിട്ട് യു ഹാവ് ടു സ്റ്റെപ്പ് ടു ദ ആഫ്രിക്കൻ ലിറ്ററേച്ചർ ആൻഡ് കനേഡിയൻ ലിറ്ററേച്ചർ. അതിൽ ചിനുവ അച്ചീബെ, എമി സിസറെ, നുഗി വോൺ തിയോങ്കോ, ഫ്രാൻസിസ് ഫാനൺ, V.S. നൈപ്പാൾ, അതൊക്കെ നോക്കുക. ദെൻ അടുത്ത ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാർക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 ഏരിയ ആണ്, ലിംഗ്വിസ്റ്റിക്സും പെഡഗോജിയും. അതിൽ ലിംഗ്വിസ്റ്റിക്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലിംഗ്വിസ്റ്റിക്സിൽ എപ്പോഴും സൗണ്ട് സിസ്റ്റം, നമ്മുടെ ഓർഗൻസ് ഓഫ് സ്പീച്ച്, ഫൊണറ്റിക്സ്, മോർഫോളജി, സെമാൻറ്റിക്സ്, ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി, മിഡിൽ ഇംഗ്ലീഷ്, പിന്നെ പെഡഗോജി സെക്ഷനിലേക്ക് പോവാം. ഈ പെഡഗോജി സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് B.Edനൊക്കെ നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾ നോക്കേണ്ടത് ടീച്ചിങ് ഓഫ് പ്രൂസ്, ടീച്ചിങ് ഓഫ് പോയിട്രി, ടീച്ചിങ് ഓഫ് ഗ്രാമർ, ലാംഗ്വേജ് ഡിസോർഡേഴ്സ്, അതുപോലെ ലാംഗ്വേജ് സ്കിൽസ്, ലിസണിങ് സ്കില്ല്, സ്പീക്കിംഗ് സ്കില്ല്, റീഡിംഗ് സ്കില്ല്, റൈറ്റിംഗ് സ്കിൽസ്. കാരണം ഇവിടെയൊക്കെ എപ്പോഴും ഒരു ആപ്റ്റിറ്റ്യൂഡ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. മൈക്രോ ടീച്ചിങ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. ദെൻ ക്ലാസിക്കൽ ക്രിറ്റിസിസം, മോഡേൺ ക്രിറ്റിസിസം. ക്ലാസിക്കൽ ക്രിറ്റിസിസം നമുക്കറിയാം, അരിസ്റ്റോട്ടിൽ, ലോഞ്ചൈനസിന്റെ ഓൺ ദ സബ്ലൈം, ഫിലിപ്പ് സിഡ്നിയുടെ അപ്പോളജി ഫോർ പോയിട്രി, പിന്നെ പ്രിഫേഴ്സ് ടു ഷേക്സ്പിയർ, പോയറ്റിക് ഡിക്ഷൻ, പിന്നെ ഫംഗ്ഷൻ ഓഫ് ക്രിറ്റിസിസം, ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്, അതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ ഗ്രേറ്റ് ട്രഡീഷൻ, പിന്നെ ക്ലിയർ ബ്രൂക്സിന്റെ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്, ആർക്കിടൈപ്സ് ഓഫ് ക്രിറ്റിസിസം. പിന്നെ നമ്മൾ ഈ മോഡേൺ ഏജിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മോഡേൺ ക്രിറ്റിസിസം വരുവാണെങ്കിൽ, സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, സൈക്കോ അനാലിസിസ്, പിന്നെ ഡെറിഡ ഡീകൺസ്ട്രക്ഷൻ, പിന്നെ ഫെമിനിസം, പോസ്റ്റ് കൊളോണിയൽ തിയറീസ്, കൾച്ചറൽ മെറ്റീരിയലിസം, കൾച്ചറൽ സ്റ്റഡീസ്, ദളിത് സ്റ്റഡീസ്, പിന്നെ ഇന്ത്യൻ എസ്തറ്റിക്സും. ഇത്രയാകുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം യു ക്യാൻ കവർ ദ സിലബസ്. നമുക്കിങ്ങനെ കുറച്ച് ഭാഗം പഠിച്ചു, കുറച്ച് ഭാഗം പഠിച്ചില്ല എന്നുള്ളൊരു ഫീല് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഈ സിലബസ് ഒന്ന് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇതില് നിങ്ങളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്, യു ഹാവ് ടു പ്രിപ്പയർ യുവർ ഓൺ നോട്ട്സ്. നിങ്ങളുടെ സ്വന്തം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എത്ര നോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും, അതിന്റെ ഫോട്ടോ കോപ്പീസ് ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഗൈഡുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ടെക്സ്റ്റ് ബുക്സ് ഉണ്ടെന്ന് പറഞ്ഞാലും, നമുക്ക് ഇതൊന്നും റിവിഷൻ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം വീണ്ടും ഇതൊന്നും ഇങ്ങോട്ട് വായിച്ച് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ വൈൽ യു സ്റ്റഡി, പ്രിപ്പയർ യുവർ ഓൺ നോട്ട്സ്. നിങ്ങളുടെ നോട്ട്സ് നിങ്ങൾ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് വെക്കുക. ആ നോട്ട്സ് വേണം നിങ്ങൾ റിവിഷൻ ടൈമിൽ യൂസ് ചെയ്യാനായിട്ട്. ദെൻ ഇതൊരു ഓൾഡ് സ്കൂൾ മെത്തേഡാണ്, ഒരു ട്രാക്കിംഗ് ഡയറി. നിങ്ങൾ ഇന്നാണ് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഇട്ട് യു ഹാവ് ടു പ്രിപ്പയർ എ ഡയറി ഫോർ ദാറ്റ്. അപ്പോൾ ആ ഡയറിയിൽ ഇന്ന് നിങ്ങൾ പഠിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ടോസ് അക്കാഡമിയുടെ ഒരു ക്ലാസ് നിങ്ങൾ കേട്ടെങ്കിൽ, ലിസൺ ടു എ ലെക്ചർ ബൈ ടോസ് അക്കാഡമി, ദാറ്റ്സ് എനഫ്.
അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ആ ഡയറിയിൽ ട്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഒരു പ്രോഗ്രസ് ഉണ്ടെന്ന്. ഇപ്പൊ കുറച്ച് ദിവസം നിങ്ങൾ പ്രിപ്പയർ ചെയ്തില്ല, അപ്പൊ അന്ന് നിങ്ങൾ എഴുതണം ഐ ഹാവ് ഡൺ നത്തിങ്. സെക്കൻഡ് ഡേ യു ഹാവ് ഡൺ നത്തിങ് എന്ന് എഴുതി വെച്ച് കഴിയുമ്പോൾ ഓഫ് കോഴ്സ് ഓൺ ദ തേർഡ് ഡേ നിങ്ങൾക്കൊരു ഗിൽറ്റി ഫീലിംഗ് വരും. ഓ, ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, ഐ ഹാവ് ടു ഡു സംതിങ്, ഐ ഹാവ് ടു വർക്ക് സംതിങ്. അങ്ങനെ ഒരു ഫീൽ വന്നിട്ട് നിങ്ങൾ ഗ്രാജുവലി നിങ്ങൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇന്നത്തെ ഒരു ടെക്നോളജിക്കൽ എറയിൽ എത്രത്തോളം ഒരു ഡയറി റൈറ്റിംഗ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഒരു ഓൾഡ് സ്കൂൾ മെത്തേഡ് ആണെങ്കിലും ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു. ദെൻ ഇതൊരു ലേ ഔട്ട് ആണ് കേട്ടോ. നിങ്ങൾക്ക് നോട്ട് പ്രിപ്പറേഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. യു ഹാവ് ടു പ്രിപ്പയർ യുവർ ഓൺ നോട്ട്സ്. അപ്പൊ ഇതിനൊരു ലേ ഔട്ട് ഞാൻ തരികയാണ് വെച്ചാൽ ഒരുപാട് എഴുതി സമയം കളയരുത്, എന്നാൽ ഒരു കാര്യവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനും നിൽക്കരുത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്യണം. അതിനുള്ള ഒരു ലേ ഔട്ട് ആണിത്. ഒരു ഓതർ, അയാളുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, അതിന്റെ പ്രൊട്ടഗോണിസ്റ്റ്, ആന്റഗോണിസ്റ്റ്, അതിലെ ഫീമെയിൽ ക്യാരക്ടർ, തീംസ്, പബ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, ഇത്രയും മതി ഒരു വർക്കിന് നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട്. ഈ ഒരു ലേ ഔട്ട് വെച്ചിട്ട് പ്രിപ്പയർ യുവർ ഓൺ നോട്ട്സ്, ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്, പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക, ഡയറി ഒക്കെ സെറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഭയങ്കര അതിലേക്ക് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഭയങ്കരമായിരിക്കും. ഒരു ഡയറി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ എഴുതി ടിക്കിടാൻ വെക്കുമ്പോഴും, അതേപോലെ ഈ ലേ ഔട്ടിനനുസരിച്ച് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും, കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഇത് നോട്ട്സ് ഒക്കെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി യു വിൽ ഫീൽ വെരി ഹാപ്പി. അപ്പൊ നിങ്ങളുടെ ഹാപ്പി ഹോർമോൺ ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ നല്ല നല്ല രസമായിട്ട് യു ക്യാൻ എൻജോയ് ദിസ് പ്രോസസ്. ഒരിക്കലും ഇതൊരു ഹെക്റ്റിക് പ്രോസസ് ആയിട്ട് കാണരുത്, ഒരിക്കലും ഇതൊരു ഡിപ്രസിങ് പ്രോസസ് ആയിട്ട് കാണരുത്. യു ഹാവ് ടു എൻജോയ് ദ ലിറ്റിൽ തിങ്സ്. ചെറിയ ചെറിയ സന്തോഷങ്ങൾ, നിങ്ങളുടെ സ്റ്റഡീസിലെ ചെറിയ ചെറിയ പ്രോഗ്രസ്സുകൾ നിങ്ങൾക്ക് സന്തോഷം നൽകുകയും അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ വിൻ ദിസ് ഗെയിം. സോ നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ടച്ച് ചെയ്തെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് പ്രിപ്പറേഷൻ ആസ് സൂൺ ആസ് പോസിബിൾ. താങ്ക് യു സോ മച്ച്.